രൂക്ഷമാണ്. കഴക്കൂട്ടത്ത് മരം വീണ് 2 വീടുകൾ തകർന്നു. കേശവദാസപുരത്ത് അപകട ഭീഷണിയായി പരസ്യബോർഡ്. ഇന്നലത്തെ കാറ്റിൽ പരസ്യബോർഡ് ചരിഞ്ഞു. ബോർഡ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോപാൽ, ഷീല, സനലും അരുൺ സോളമനും ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ഗോപാലിലേക്ക് പോകാം. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആ പരസ്യബോർഡ് ചരിഞ്ഞു നിൽക്കുകയാണ്. തൃശ്ശൂരിലൊക്കെ മേൽക്കൂര തകർന്ന് പുറത്തു വീണത് നമ്മൾ കണ്ടു. കൊല്ലത്തും ഒരു ബിൽബോർഡ് നേരത്തെ ചരിഞ്ഞ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടാവസ്ഥയിലാണോ ഇപ്പോൾ ഗോപാൽ നിൽക്കുന്ന സ്ഥലത്തെ ബിൽബോർഡ്? ഗുഡ് മോർണിംഗ് ഗോപാൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ തലനാരിഴയ്ക്കാണ് നഗരഹൃദയത്തിൽ ഒരു അപകടത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടത്. കൊല്ലത്തും സമാനമായ രീതിയിൽ ഒരു പരസ്യ ബോർഡ് ചരിഞ്ഞ് നമ്മൾ കണ്ടു. ഇതിപ്പോൾ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന് നഗരഹൃദയമായ കേശവദാസ പുരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കേശവദാസപുരത്ത് ഈ ചരിഞ്ഞു നിൽക്കുന്ന വലിയൊരു പരസ്യ ഹോർഡിംഗ് ബോർഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി 6:30 കൂടിയാണ് ഈ ശക്തമായ കാറ്റിൽ, നമുക്കറിയാം ഇന്നലെ തലസ്ഥാനം കിടുങ്ങി വിറയ്ക്കുന്ന കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാറ്റിലാണ് ഈ പരസ്യ ബോർഡ് പൂർണ്ണമായും ചരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പരസ്യ ബോർഡിന്റെ മൂലയിലേക്കൊന്ന് ദൃശ്യങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അവിടെ നാട്ടിയിരുന്ന കാലുകളിൽ 4 കാലുകളുടെ കോൺക്രീറ്റ് പൂർണ്ണമായും ഇളകി നിൽക്കുകയാണ്. ഇവിടുത്തെ ഗൗരവം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പരസ്യ ബോർഡിന് തൊട്ട് താഴെയായി നിൽക്കുന്നത് ഒരു പെട്രോൾ പമ്പാണ്. ഈ പെട്രോൾ പമ്പിന്റെ അപകട ഭീഷണി അത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ പമ്പിലേക്കുള്ള ആളുകളുടെ പ്രവേശനവും അതിനോടൊപ്പം തന്നെ പെട്രോൾ വിതരണവും ഒക്കെ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ തൊട്ട് സമീപത്തായി ദേശീയപാതയാണ്. ദേശീയപാതയിലേക്ക് കൂടി അപകടത്തിന്റെ സാധ്യത, അത്തരത്തിലേക്ക് ഒരു സാധ്യത വിരൽ ചൂണ്ടുന്നുണ്ട്. നമുക്ക് ഈ പരിസരവാസികളായവരുടെ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് തോന്നുന്നു. ചേട്ടൻ ഈ പരിസരവാസിയാണോ? ഇവിടെ ഈ അപകടം ഉണ്ടായത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്താണ് താമസിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരക്കണക്കിന് ഹോർഡിങ്സ് ഒരു പെർമിഷനും ഇല്ലാതെ സ്ഥാപിച്ചിട്ടുണ്ട്. പെർമിഷൻ ആര് കൊടുക്കണമെന്നില്ല, കോർപ്പറേഷനില്ല, റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് കൊടുക്കുന്നത്. ഒരു പെർമിഷൻ, അത് മാത്രമല്ല ഇതിന് സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ അപ്രൂവൽ വേണം. ഈ സ്ട്രക്ചർ കണ്ടില്ലേ, വളരെ ലോലമായ ഒരു സ്ട്രക്ചറാണ്. അല്ല അതിശയമില്ല, മറിഞ്ഞു വീണതിൽ സംശയമില്ല. ഇതുപോലെ ആയിരക്കണക്കിന് തിരുവനന്തപുരം സിറ്റിയിലും കേരളത്തിലുടത്തോ എല്ലായിടത്തും ഉണ്ട്. മനുഷ്യൻ ജീവന് യാതൊരു വിലയില്ല. അതേസമയം ഇത് തെക്ക് പടിഞ്ഞാറൻ കാറ്റായതുകൊണ്ടാണ് അങ്ങോട്ട് മറിഞ്ഞ്. അതേസമയം അവിടുന്ന് ബേ ഓഫ് ബംഗാളിലെ കാറ്റ് കൊണ്ട് വന്നിരുന്നെങ്കിൽ ഇത് മറിഞ്ഞ് ഇവിടെ റോഡിൽ വീണ് ഒരു 4-5 പേരെങ്കിലും മരിച്ചു തന്നെ. അദ്ദേഹം കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാറ്റിന്റെ ഗതി ഒന്ന് മാറിയത് കൊണ്ട് മാത്രമാണ് ആശ്വാസകരമായ അന്തരീക്ഷം ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഉടമ, അതായത് ഈ ബോർഡ് സ്ഥാപിച്ച വ്യക്തിയോട് അല്പനേരം മുൻപ് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അടിയന്തരമായി തന്നെ ഇതിന്റെ പ്രവൃത്തികൾ, ഇത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പനേരം മുൻപ് ആളുകളെ കയറ്റിയിട്ട് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകൾ ഉണ്ട്, ആ ലൈറ്റുകൾ നീക്കം ചെയ്തിരുന്നു. അതിനുശേഷം വലിയ ക്രെയിൻ എത്തിച്ച് ഈ കമ്പികൾ ഉടനടി വേഗത്തിൽ തന്നെ മുറിച്ച് താഴെ ഇറക്കുമെന്നതാണ് അവർ പറയുന്നത്. അപ്പോഴും നമ്മുടെ അല്പം മുൻപ് സംസാരിച്ച ചേട്ടൻ പറഞ്ഞ കാര്യം, ഇതിന്റെ കൃത്യമായ അനുമതിയോട് കൂടിയാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സാങ്കേതിക വശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ വാർത്ത നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതേപോലെയുള്ള ബിൽ ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തി പലയിടങ്ങളിലുമുണ്ട്. ഒരു കാര്യം കൂടി ഗോപാല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയുണ്ടോ എന്നാണ്. തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു. ഡോക്ടർ അരുൺ, ഇപ്പോൾ ഈ സാഹചര്യം ഒന്ന് ചോദിച്ചാൽ, ഒന്ന് മഴ പെയ്യും, ഒന്ന് തോരും, വീണ്ടും മഴ പെയ്യും, വീണ്ടും തോരും. ഇന്നലെ രാത്രി പൂർണ്ണമായും മഴ തന്നെയായിരുന്നു. നേരം വെളുക്കും വരെ മഴ തകർത്ത് പെയ്യുകയായിരുന്നു. എന്നാൽ രാവിലെ ആയപ്പോൾ മഴ താൽക്കാലികമായി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യം, അന്തരീക്ഷം തെളിഞ്ഞ കാലാവസ്ഥ, അല്ലെ എപ്പോൾ വേണമെങ്കിലും ഒന്ന് പൊട്ടി താഴെ വീഴാൻ കഴിയുന്ന രീതിയിലേക്ക് കാർമേഘം തിരുവനന്തപുരത്തെ മൂടി തന്നെ നിൽക്കുകയാണ്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ എന്നുള്ള കാര്യം വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ജാഗ്രത മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ിലേക്ക് കൂടി പോകാവുന്നതാണ്. മാത്രമല്ല ഇതേപോലെയുള്ള ബിൽ ബോർഡുകൾ അപകടാവസ്ഥയിലുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ബിൽ ബോർഡുകളുടെ കാലിളകി നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഈ ബിൽ ബോർഡിനൊക്കെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ അനുമതി എവിടെ എന്നുള്ളതാണ് ചോദ്യം. സ്ട്രക്ചറൽ എഞ്ചിനീയറൊക്കെ ഇത് നിർദ്ദേശം നൽകേണ്ടതാണ്. ഇതൊക്കെ വന്ന ആൾക്കാരുടെ മേഖത്തേക്കോ വാഹനത്തിന്റെ മുകളിലേക്കോ ഒക്കെ വീണാൽ എത്ര അപകടം ഉണ്ടാവുമെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ക്രെയിൻ കൊണ്ടുവന്നാലേ ഇതൊക്കെ നീക്കം ചെയ്യാനും പറ്റത്തുള്ളൂ. വലിയ ബിൽ ബോർഡുകളൊക്കെ കാണാം, പലതിനും അനുമതിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. അത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ സത്യാവസ്ഥ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. നിലവിലുള്ള ഈ ബിൽ ബോർഡിന് അനുമതിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. മഴയുണ്ടോ അരുൺ, സൂക്ഷിക്കണം കേട്ടോ എന്ന് പ്രസന്ന രാജപ്പൻ പറയുന്നുണ്ട്. താങ്ക് യു പ്രസന്ന. എൻ്റെ കൊച്ചുമോൾ 2 വയസ്സുകാരി ഫാൻസാണ് അരുണിൻ്റെ. സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വരും എന്ന് പറയുന്നുണ്ട്. മോളുടെ പേര് ദുവ എന്നാണ്. അവൾക്കൊരു ഹായ് കൊടുക്കണം എന്ന് ഞങ്ങൾ മുത്തേ എന്നാണ് വിളിക്കുന്നത്. ഹായ് മുത്തേ, ഹാപ്പിയാണല്ലോ. അപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരുമെന്നാണ് പറഞ്ഞത്. കൊച്ചു കുഞ്ഞാണ്, 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ടൈലൊക്കെ ആണെങ്കിൽ വീട്ടിനുള്ളിൽ വെള്ളം കയറി കിടപ്പുണ്ടെങ്കിൽ തള്ളി വീട്